ഉമാ തോമസിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ഇത് സംബന്ധിച്ചുള്ള മെഡിക്കൽ ബുള്ളറ്റിനോ മറ്റ് വിശദാംശങ്ങളോ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? മാർഷൽ, ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ ആശ്വാസകരമായ പുരോഗതി കൈവന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ അവരുടെ ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ തന്നെ ഇക്കാര്യം ഫേസ്ബുക്ക് പേജിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ കൈകാലികളാണ് അല്പാൽപമായി ഉമാ തോമസ് MLA ചലിപ്പിച്ചത് എങ്കിൽ ഇന്ന് ശരീരം മുഴുവൻ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു എന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇന്നും സ്വകാര്യ ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങും. കഴിഞ്ഞ ദിവസങ്ങളിൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നതിന് തടസ്സമായി നിന്നത് ശ്വാസകോശത്തിലെ മുറിവുകളായിരുന്നു, ഇൻഫെക്ഷനുള്ള സാധ്യത ഉള്ളതായിരുന്നു. അത്തരം കാര്യങ്ങൾ വീണ്ടും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ MLAയെ വെന്റിലേറ്ററിൽ നിന്ന് ICUവിലേക്ക് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമാവുകയുള്ളൂ. വൈകാതെ തന്നെ ഇന്നത്തെ വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങുമ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും. എന്തായിരുന്നാലും നിലവിൽ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് ഉള്ളത്. ഇതിൽ ആശ്വാസകരമായ വാർത്തയാണ് ഈ പുതുവർഷ ദിനത്തിൽ വരുന്നത്. ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നത് വളരെ ആശ്വാസം പകരുന്നതാണ്. പക്ഷേ ആ ദൃശ്യങ്ങളൊക്കെ അവിടെ പരിപാടി നടന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. ഒരു സൈഡിൽ ഈ കേസൊക്കെ നടക്കുമ്പോഴും മറു സൈഡിൽ ആ പരിപാടി മഹത്തരമായിരുന്നു എന്ന് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എപ്പോഴും സോഷ്യൽ മീഡിയയിലേക്ക് കാണാം. ദിവ്യാമണി സ്റ്റേജിലേക്ക് വരുന്നു, അവിടെ സ്വീകരിക്കുന്നു. അതിനിടയിലും പക്ഷേ ഉണ്ട് ആ മുഖ്യ സംഘാടകരിൽ ഒരാൾ ദിവ്യാമണി താഴെ വീഴാതിരിക്കാൻ കൈകൊണ്ടൊക്കെ ആംഗ്യം കാണിക്കുന്നുണ്ട്. അവർക്കറിയാമായിരുന്നു ആ സ്റ്റേജിൽ നിന്ന് തെന്നിയാൽ താഴെ പോകുമായിരുന്നെന്ന്. അങ്ങനെ സ്റ്റേജിലേക്കാണ് ഇത്രയധികം ആളുകൾ വന്നത്. ഈ മന്ത്രിമാരൊക്കെ ഇതിലേക്ക് വരുമ്പോൾ, മന്ത്രിമാർ 2 പേർ വന്നല്ലോ സംസ്കാരം. ഈ പോലീസിന് സാമാന്യമായ യുക്തിയില്ലേ, സാമാന്യം ഒരു പ്രോട്ടോകോൾ ഇല്ലേ? ഒരു മന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയിൽ എങ്ങനെ വേണം സ്റ്റേജ് എന്ന്, ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ എന്തൊക്കെ സുരക്ഷ വേണമെന്ന് ഇതൊന്നും പരിശോധിക്കാൻ നാട്ടിൽ ഒരു സംവിധാനവും ഇല്ലേ എന്ന് നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചു പോവുകയാണ്. മലയാള ഭാഷയിൽ പറഞ്ഞ തട്ടിപ്പ് പരിപാടി, ആ തട്ടിപ്പിന് കൂട്ടു നിൽക്കാൻ വേണ്ടി കുറച്ച് പേർ എന്നല്ലാതെ അതിൽ കൂടുതൽ ഒന്നുമില്ല. അതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ പ്രിയപ്പെട്ട MLA ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്നത്. ഞാൻ കരുതുന്നത് മറ്റു ഇത്രയും കുട്ടികൾ പങ്കെടുക്കുമ്പോൾ മറ്റൊരു രീതിയിലുള്ള സ്റ്റാമ്പേഡ് പോലെയുള്ള മറ്റു പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായില്ലല്ലോ, അതോർത്ത് ആശ്വസിക്കാനേ പറ്റുള്ളൂ. എന്തായാലും പോലീസിന്റെ അന്വേഷണം ശക്തമായി നടക്കുന്നുണ്ട്. ഇത്തരം രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളവർക്കെതിരെയുള്ള കർശനമായ നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.